ഹലോ ഫ്രണ്ട്സ്, ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്കിവിടെ സുഖമാണ്. അപ്പോൾ ഞാൻ ആഴ്ചയിൽ 2 വീഡിയോയാണ് ഇടുന്നത്. അപ്പോൾ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണണം. അപ്പോൾ കമൻ്റൊക്കെ ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോയിലോട്ട് പോവാം. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൽ ഒരുപാട് കാര്യമൊന്നും പറയുന്നില്ല, ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് നമ്മൾ എന്താ പറയുക, ഒരു പണത്തിനേക്കാൾ വലുത് നമുക്ക് സമയമാണ്. സമയം വിലപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ ആ സമയം നമ്മൾ ഒരു ഡിസിപ്ലിനായി കൊണ്ടുപോവുക. അതായത് സമയം എന്ന് പറയുന്നത് നമ്മൾ സമയം കണക്കാക്കിയിട്ടല്ല, നമ്മൾ സമയം നഷ്ടപ്പെടുത്താതെ നമ്മളുടെ കയ്യിൽ കുറച്ച് പണം കിട്ടി വിചാരിക്കുക. ഫിനാൻഷ്യലായിട്ട് കുറച്ച് നമുക്ക് പൈസ കിട്ടി. അത് നമുക്ക് ജോലി ചെയ്തിട്ടാകാം, അല്ലാന്നുണ്ടെങ്കിൽ ഏത് വിധത്തിലും ആകാം. അപ്പോൾ ആ പൈസ നമ്മൾ ആദ്യം ഒരു പ്ലാനിങ്ങിലൂടെ കുറച്ച് പൈസ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അത് എന്ത് ചെയ്യണം, അത് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ജീവിതത്തിൽ നമുക്ക് എന്താ പറയുക, കുറച്ച് ജോലി ഇല്ലെങ്കിലും അത് നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്ത് നമുക്ക് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താമെന്നൊക്കെ നമുക്ക് ഒരു പ്ലാനിങ് വേണം. എന്നാലേ നമുക്ക് ജീവിതത്തിൽ കുറച്ച് രക്ഷപ്പെട്ടു പോകാനായിട്ടുള്ള ആ ഒരു മെൻറ്റാലിറ്റി ഉണ്ടാകുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെ പോകണമെന്നില്ലല്ലോ. ചിലപ്പോൾ നമ്മൾ ജോലി ചെയ്ത ജോലി പോയേക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിധത്തിൽ നമ്മളുടെ കയ്യിലുള്ള പൈസ പോയേക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് ആ കിട്ടിയ പൈസ നഷ്ടപ്പെടാതെ നമ്മളത് ഒരു പ്ലാനിങ്ങിലൂടെ നമ്മളത് എന്താ പറയുക, നമ്മളത് ഡിവൈഡ് ചെയ്ത് ഇടുക. അത് പല മാർഗങ്ങളുണ്ട്. നമ്മൾ സമയമെടുത്ത് ചിന്തിച്ച് ചെയ്യണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ നമ്മളുടെ കയ്യിൽ കിട്ടി വിചാരിച്ചിട്ട് അതിനെ അടിച്ചു പൊളിച്ച് ഇതാക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആരുടെയെങ്കിലും മുമ്പിൽ പോയി കൈ നീട്ടാനുള്ള ഒരു അവസ്ഥ വരരുത്. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഒരു 2 ദിവസം മുമ്പ് പോലും എന്നോട് ചോദിച്ച ചോദ്യമാണ്. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഞാനൊരു മറുപടി ഒരു വീഡിയോ ഇടുന്നതാണ് കേട്ടോ. അപ്പം ഇതൊക്കെ അനുഭവങ്ങളിലൂടെയാണ്. അപ്പോൾ നമുക്കൊരു പ്ലാനിങ് എന്തായാലും വേണം. പിന്നെ നമ്മളുടെ സാമ്പത്തിക ഭദ്രതയുടെ താക്കോല് നമ്മളുടെ കയ്യിൽ തന്നെയാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമുക്ക് പ്ലാനിങ്ങിലൂടെ അത് ചെയ്ത് നമ്മൾ അത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുക. അത് നമുക്ക് കുറച്ച് ഏജ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യുക, നമുക്ക് ജോലി ചെയ്തെന്ന് വരില്ല. അപ്പം നമുക്ക് ആ പൈസ എടുത്തിട്ട് നമുക്ക് ജീവിക്കാനുള്ള ഒരു മാർഗം കണ്ടെത്തുക. പിന്നെ ഒരു കാര്യം, പ്രൈസ് ടാഗ് നോക്കാതെ സാധനങ്ങൾ വാങ്ങാനുള്ള ആ ഒരു മെൻറ്റാലിറ്റി വേണ്ടാന്ന് വെക്കുക. ചിലവരൊക്കെ പ്രൈസ് ടാഗ് നോക്കിയിട്ടാണ് സാധനങ്ങളൊക്കെ വാങ്ങുക. എന്താ വലിയ ബ്രാൻഡഡ് ആയിട്ടുള്ളതാണ് വാങ്ങുന്നത്, അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ ആ മെൻറ്റാലിറ്റി നിങ്ങൾ മനസ്സിൽ നിന്ന് എടുത്ത് കളയുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് പൈസ ലാഭിക്കാം. പിന്നെ വിവാഹം, കാറ്, പിന്നെന്താണ് നമ്മൾ വീട്, അതിനൊക്കെയാണ് ഒരുപാട് പൈസകൾ നമ്മൾ എന്താ പറയുക നമ്മളുടെ കയ്യിൽ നിന്ന് പോകുന്നത്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ കണ്ടിട്ട് അതുപോലെ നമ്മൾ ചെയ്യാൻ നോക്കും. പക്ഷെ അങ്ങനെ ആകരുത്. അവരവരുടെ ബഡ്ജറ്റിന് അനുസരിച്ചുള്ള രീതിയിൽ നമ്മൾ ഈ 3 കാര്യങ്ങളും ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് കുറച്ച് ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് വിശദീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ബോറടിക്കും. അപ്പോൾ അത് കാരണം കുഞ്ഞായിട്ട് ഞാൻ പറയാം. ഇതൊക്കെ അനുഭവങ്ങളിലൂടെ ഉള്ളതാണ്. അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ടറിഞ്ഞതും ഒക്കെയാണ് കേട്ടോ. ഞങ്ങളൊക്കെ കുറച്ച് പ്ലാനിങ്ങിലൂടെ തന്നെയാണ് ലൈഫൊക്കെ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അത് ഒരു എന്താ പറയുക, ബാക്കിയുള്ളവർക്ക് ഉപകാരമാകട്ടെ വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഒരു ടോപ്പിക്ക് ഇടാം. ഓക്കെ, ബൈ, താങ്ക് യു.